പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഓരോ പാർട്ട്ണറുടെയും ഇൻട്രസ്റ്റ് ഓഫ് ദിസ് ബിസിനസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാനായിരിക്കും പാർട്ട്നേഴ്സ് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് പ്രോഫിറ്റ് മാത്രമായിരിക്കും ലക്ഷ്യം. അതായത് ഇറക്കിയ പണത്തിനുള്ള ഒരു പ്രോഫിറ്റ് ലഭിക്കണം എന്നുള്ളതായിരിക്കും. മറ്റേ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിനെ വിജയിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാഷനായിരിക്കും. അടുത്ത ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുകയും എന്നിട്ട് ഇതുപോലുള്ളൊരു ബിസിനസ് വേറെ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബിസിനസ്സിലൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുക്കുന്നത് ചർച്ച ചെയ്തായിരിക്കാം. നിങ്ങൾ നല്ല പണം മുടക്കി പല ആളുകളുമായി കൺസൾട്ട് ചെയ്ത് അവരുടെ പഠനത്തിൻ്റെയും അവരുടെ അഡ്വൈസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ ഫേം മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഒരാൾ അഭിപ്രായം പറയും, അതല്ല, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ, അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, സ്വാഭാവികമായിട്ടും എന്താണോ സ്ഥാപനത്തിൻ്റെ ഗോൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പലപ്പോഴും പല ബിസിനസ്സുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതേ കാര്യം പല ബിസിനസ്സുകളിലും വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യമല്ല സംഭവിക്കുന്നത്, വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്ക് പ്രയാസത്തിലേക്ക് പോകുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തലിലേക്കാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ അന്ന് തീരുമാനിച്ചതുപോലെ നടത്തിയിരുന്നുവെങ്കിൽ ഇത് വിജയിക്കാമായിരുന്നു. അപ്പോൾ അതിനെതിരെ അഭിപ്രായം പറഞ്ഞ ആൾ അത് ഹേർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അയാൾ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? അവർ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഹാർമണി ഉണ്ടല്ലോ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഹാർമണി ബ്രേക്ക് ആവുന്നു. അതോടുകൂടി പിന്നെ ബിസിനസ്സിൻ്റെ പോക്ക് തന്നെ വളരെ പ്രയാസത്തിലേക്ക് പോവുകയും ആ ബിസിനസ് ഇല്ലാതാവുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇത്തരം ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് 3 പാർട്ട്നേഴ്സ് ഒന്നിച്ചെടുക്കുന്നൊരു തീരുമാനം. ആ തീരുമാനത്തെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. ബിസിനസ്സിൽ ഒരു പ്രയാസമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ 3 പേരും ഒന്നിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ വിഷയം ചർച്ച ചെയ്യൂ എന്ന് പാർട്ട്നേഴ്സ് തീരുമാനിക്കുക. സാധാരണ ബിസിനസ്സിൽ ഉണ്ടാവുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ 4 or 5 പേരുള്ള ഒരു ബിസിനസ്സാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടും. ഒരേ അഭിപ്രായമുള്ള 2 ഗ്രൂപ്പുകളായിട്ട് ഇത് മാറും, ചിലപ്പോൾ 3 ഗ്രൂപ്പായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഇത് പോയി. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ സ്വീകരിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയേണ്ടത് ഒന്നിച്ചിരിക്കുമ്പോൾ മാത്രമാണ് എന്ന് തീരുമാനിക്കുക. രണ്ടാമതായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് ആ മീറ്റിങ്ങിൽ തുറന്നു പറയാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ആ മീറ്റിങ്ങിൽ ഉണ്ടാക്കുക.
ഒരു പാർട്ട്ണർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ അത് മീറ്റിങ്ങിൽ പരസ്യമായി പറയാൻ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ഇത് പറയുന്നതോടുകൂടി ഈ പറയുന്ന ആൾ ഒറ്റപ്പെടുന്ന സാഹചര്യം വരും. അപ്പോൾ അതില്ലാതെ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും ബാക്കിയുള്ള ആളുകൾ അതിനെ ഉൾക്കൊള്ളാനും തയ്യാറാവുക. തീരുമാനം ഒന്നിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടെടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വൈസേഴ്സിനെ വെച്ച് അവരെ അഡ്വൈസ് വാങ്ങിയിട്ടൊക്കെ തീരുമാനം എടുക്കാം. അതൊരു തീരുമാനമെടുക്കുന്നതിലല്ല, അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. ചില ബിസിനസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു ഹാർമണിയും ബ്യൂട്ടിയും. അത് പ്രധാനമായും ആ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന ആളുടെ പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ പാർട്ട്ണറെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എല്ലാവർക്കും കുറേ ഇമോഷണൽ നീഡ്സ് ഉണ്ട്. ഈ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്താലേ ഈ പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുള്ളൂ. ചില ആൾക്ക് അപ്രീസിയേഷൻ ആവശ്യമുണ്ടാവും, ചില ആളുകൾക്ക് റെസ്പെക്റ്റ് ആവശ്യമുണ്ടാവും, ചില ആളുകൾക്ക് അവർ പറയുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറച്ചുള്ള ഇമോഷണൽ നീഡ്സുകളുണ്ട്. ഈ ഇമോഷണൽ നീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ലീഡർ ഉണ്ടല്ലോ, ആ ലീഡർക്ക് എത്ര അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മൈൻഡ് ഗെയിമുകളുണ്ട്. ഈ മൈൻഡ് ഗെയിമുകളെക്കുറിച്ചും കൂടെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ അവെയർ ആവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ മാജിക് വൈബ്സ് അക്കാഡമി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ഓൺട്രപ്രണേഴ്സിനും വേണ്ടി മാത്രമായിട്ട് ചെയ്തു വരുന്നുണ്ട്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ലീഡറോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളിയോ ആണ് എങ്കിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, പഠിക്കുക, വളരുക. ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ്സിനെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്.